പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെൽ പമ്പിൻ്റെ കംപ്ലയിൻറ്റ് എങ്ങനെ കണ്ടെത്താം. അതായത് ഓൾറെഡി നമ്മുടെ ഒരു സൈറ്റിലെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാനൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ അതായത് നമ്മളൊരു സൈറ്റിലാണ് പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പാനൽ ബോർഡിൽ നിന്നാണ് അതിൻ്റെ കംപ്ലയിൻറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി നമുക്കൊരു മോട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ മോട്ടർ എങ്ങനെ കംപ്ലയിൻ്റ് ആണ് എന്ന് കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടെക്നീഷ്യൻ ബിനിച്ചേട്ടനായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഞാൻ ബിനിച്ചേട്ടൻ്റെ കൈമാറാം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മോട്ടറുകളുടെ കംപ്ലയിൻ്റാണ്. ഇന്ന് എടുത്തിരിക്കുന്ന മോട്ടറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോർവെല്ലും ഒരു വെർട്ടിക്കൽ ഓപ്പൺ മോട്ടറുമാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഇത് പുതിയൊരു മോട്ടറാണ്. ഇത് കംപ്ലയിൻ്റാണ് ഇരിക്കുന്നത്. ഇത് മോട്ടർ ഓക്കെയാണ്, പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു മോട്ടർ കയ്യിൽ നമ്മുടെ ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് വന്നു. അതിന് കംപ്ലയിൻറ്റ് സാധാരണ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഹൈ ആംബിയർ എടുക്കുന്നു, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ അടുത്ത് സാധാരണ പറയുന്ന കംപ്ലയിൻറ്റുകൾ. അപ്പോൾ അത് 2 രീതിയിൽ കംപ്ലയിൻറ്റ് വരാം. മോട്ടറിൻ്റെ വൈൻഡിങ് കൊണ്ട് കംപ്ലയിൻറ്റ് വരാം, അതുപോലെ പമ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റക്ക് കൊണ്ട് ഹൈ ആംബിയർ എടുക്കാം. അപ്പോൾ മോട്ടർ ചിലപ്പോൾ വൈൻഡിങ് ഫോൾട്ട് ആവണമെന്നില്ല. ബുഷിൻ്റെ ഭാഗത്തു നിന്ന് തേയ്മാനം വന്ന് പമ്പിൻ്റെ ബുഷുണ്ട്, മോട്ടറിൽ ബുഷുണ്ട്, ഇതിലേത് തേയ്മാനം വന്നാലും ഈ ഹൈ ആംബിയർ എടുക്കാം. അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതൊരു നല്ല മോട്ടറാണ്, പുതിയ മോട്ടറാണ്, കപ്പിൾ ചെയ്ത് റൺ ചെയ്ത് നോക്കിയ ഒരു മോട്ടറാണിത്. അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ആദ്യം നോക്കുന്നത് നമ്മൾ കണ്ടിന്യൂറ്റിയാണ്. റെസിസ്റ്റൻസ് ഓംസ് റേഞ്ചിൽ ഇട്ടിട്ട് കോമണിൽ നിന്ന് 9 ഓംസ് 7 ഓംസ് സ്റ്റാർട്ടിങ് വൈൻഡിങ് രണ്ടും, പിന്നെ റെഡും യെല്ലോയും ആഡ് ചെയ്ത് വരുന്നത് 13 ഓംസ്. അത് സ്റ്റാർട്ടിങ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ് കൂടുതലായിരിക്കണം റെഡും യെല്ലോയും കാണിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ബോഡി എർത്തുണ്ടോ എന്നാണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. ബോഡിയിലേക്ക് കൊടുത്തു, ഇല്ല. അത് വേണമെങ്കിൽ ഇത്ര 200 K കൂടിയ റേഞ്ചിലിട്ടു ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ബോഡി ആയിട്ട് യാതൊരു ടച്ചും ഇല്ല. ഇനി അടുത്ത മോട്ടറിലേക്ക് നോക്കാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് അടുത്ത ഒരു മോട്ടർ നമുക്ക് നോക്കാം. ഈ മോട്ടറിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക. 6 ഓംസ് 5 ആ വൈൻഡിങ്ങിൽ ചെറിയ വേരിയേഷൻ വരും. ഒരു 5 ഓംസിന് മുകളിലേക്ക് കാണിച്ചാൽ മതി നമുക്ക് വൈൻഡിങ്. മെയിൻ വൈൻഡിങ് 6 ഓംസ് കാണിക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റാർട്ടിങ് വൈൻഡിങ് 1 ഓംസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇനി ഇത് ബോഡിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. ഈ മോട്ടറും ബോഡി ആയിട്ട് കാണിക്കുന്നില്ല, കണ്ടിന്യൂറ്റി അങ്ങനെ ബോഡി എർത്തിങ് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ സ്റ്റാർട്ടിങ് റണ്ണിങ് റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് 10 ഓംസ് കാണിക്കുന്നുണ്ട്. 10 ഓംസ്. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ്ങിന് ഫോൾട്ടൊന്നുമില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി അത് വർക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വേറെ ഫോൾട്ടുകളുണ്ടോ എന്ന് നോക്കാം. അടുത്ത മോട്ടർ ഇതിൻ്റെ കോമൺ എന്ന റെഡിലേക്കുള്ള ഈ മോട്ടർ വൈൻഡിങ് പ്രശ്നമാണ്. 2 ഓംസേ ഉള്ളൂ. അതുണ്ട് 0.1. ഇതിന് വൈൻഡിങ് ഷോർട്ടിങ് ഉണ്ട് ഈ മോട്ടറിന്. ലോ റെഡും ബ്ലൂവും, കോമണും റെഡും തമ്മിൽ പ്രശ്നം. ഇത് വൈൻഡിങ് ഷോർട്ടുള്ള മോട്ടറാണ്. യെല്ലോയും ബ്ലൂവും തമ്മിലുള്ള കണക്ഷൻ അതും 1 ഓംസേ കാണിക്കുന്നുള്ളൂ. അത് ഒരിക്കലും പാടില്ല. 2 ഓംസ് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും ആഡ് ചെയ്താണ് വരേണ്ടത് റെസിസ്റ്റൻസ്. അതും 2, 1 എന്ന് ആണ് കാണുക. അപ്പോൾ ഇത് വൈൻഡിങ് ഷോർട്ടാണ് ഈ മോട്ടർ. ഓൾറെഡി ഇതിന് ബോഡി ഉണ്ടോ എന്ന് നോക്കാൻ. അടുത്തുകൊണ്ടേ ലീക്കേജ് കാണിക്കുന്നുണ്ട്. ഈ മോട്ടറിൽ ബോഡി എർത്തിങ് ലീക്കേജ് കാണിക്കുന്നുണ്ട്. ലീക്കേജ് കറണ്ട് റീഡിങ് കാണിക്കുന്നുണ്ട്. ഹൈ റെസിസ്റ്റൻസ്. അതായത് ഇതിൻ്റെ കോയിൽ ഷോർട്ടായിട്ട് ബോഡി എർത്തിങ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മെഗറിൽ ചെക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇനി അടുത്ത മോട്ടർ നോക്കാം. കോമണിൽ നിന്ന് ഇതിൻ്റെ യെല്ലോ വൈൻഡിങ്ങിൽ കണക്ഷൻ കാണിക്കുന്നില്ല. ഈ മോട്ടറിൻ്റെ യെല്ലോയിൽ റീഡിങ് കിട്ടുന്നില്ല. അതായത് ഇതിൻ്റെ വൈൻഡിങ് കട്ടാണ്.
ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതേസമയം റെഡിൽ കണക്ഷനുണ്ട്. ഇത് ലൈറ്റ്നിങ്ങിൽ കംപ്ലൈൻ്റ് ആയതാവാനാണ് സാധ്യത. ഇങ്ങനെ ഒരു സിംഗിൾ പോയിൻ്റ് പോകണ കൂടുതലും ലൈറ്റ്നിങ് ഫോൾട്ടിലാണ് സംഭവിക്കാറ്. സ്റ്റാർട്ടിങ് വൈൻഡിങ് കട്ടായി പോകുന്ന പ്രതിഭാസം. അല്ലാതെ സംഭവിക്കാൻ ഇല്ല എന്നല്ല, ലൈറ്റ്നിങ്ങിലാണ് അതൊരു ലൈറ്റ്നിങ് ഹൈ വോൾട്ടേജ് ഇങ്ങനെ കേസിലാണ് ഒരു 90% ആ കംപ്ലൈൻറ്റ് കൂടുതൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഒരു വെർട്ടിക്കൽ ഓപ്പൺ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. അത് റെഡ് യെല്ലോയും ബ്ലൂവും തമ്മിൽ 7 ohms കാണിക്കുന്നുണ്ട്. റെഡിലും 7 ohms കാണിക്കുന്നുണ്ട്. രണ്ടിലും ആഡ് ചെയ്ത റെസിസ്റ്റൻസായിട്ട് 12-13 കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ബോഡി ഉണ്ടോ എന്ന് നോക്കട്ടെ. ബോഡി റെസിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല, ബോഡിയായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ മോട്ടറും വൈൻഡിങ് പ്രശ്നമില്ലാത്ത മോട്ടറായിട്ടാണ് കാണിക്കുന്നത്. ഇനി അത് പമ്പിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ വല്ലതും ആയിരിക്കാം വർക്ക് ചെയ്യാതിരിക്കണം, അത് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ മോട്ടർ വൈൻഡിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. ഇതൊന്ന് ബാക്കിയുള്ള നമ്മുടെ കംപ്ലയിൻറ്റുകളൊന്ന് കോമൺ ആയിട്ട് നോക്കിയിട്ട് ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. സമയം പരിമിതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല മോട്ടറാണ്, ഇതും വർക്കിംഗ് മോട്ടറാണ്. ഈ രണ്ടും കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കണം. ഇത് രണ്ടും മെഗർ നോക്കാം, അതുപോലെ സീരിയലും ചെക്ക് ചെയ്യാം. അത് നമുക്ക് ഇനി സീരിയലിൽ എങ്ങനെ നോക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സീരിയലിൽ ചെക്ക് ചെയ്യാം. സീരിയലിൽ ബൾബ് ഇൻഡിക്കേറ്റ് ചെയ്യണം, കിട്ടുന്നില്ലേ? യെല്ലോയിൽ കിട്ടി കണക്ഷൻ, റെഡിൽ കണക്ഷൻ കിട്ടി. ബോഡി ഉണ്ടോ എന്ന് നോക്കാം. ഇതിന് ലീക്കേജ് ഉണ്ട് ഈ മോട്ടറിന്. ഇത് ചെറിയ ലീക്കേജ് ഉണ്ട്. സ്പാർക്ക് കാണാൻ കഴിയുമെന്ന് നോക്കൂ, ഉണ്ട്. അപ്പോൾ ഇത് മിക്കവാറും റണ്ണിങ്ങിൽ ഹൈ ആംപിയർ കാണിച്ച് നിന്ന് പോകുമായിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ്. ഇത് ഇങ്ങനെയുള്ള മോട്ടറുകൾ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്താൽ ആ കംപ്ലയിൻറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. സെയിം മോട്ടറിൻ്റെ മെഗർ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തതിൻ്റെ എല്ലാത്തിൻ്റെ മെഗർ അടുത്ത സ്റ്റെപ്പായിട്ട് ചെക്ക് ചെയ്യാം. ഇത് യെല്ലോ ഓപ്പൺ ആയ മോട്ടറാണ്. റെഡിൽ മാത്രം കണക്ഷൻ ഉണ്ട്, യെല്ലോയിൽ കണക്ഷൻ ഇല്ല. ഇതാ, പക്ഷേ ഇതിൻ്റെ ബോഡിയിൽ സപ്ലൈ വന്നിട്ടില്ല. ഇനി അടുത്തത് വൈൻഡിങ് വീക്കായ മോട്ടറാണ്, ഓംസ് കുറച്ച് കാണിച്ച മോട്ടർ. റെഡിൽ കിട്ടി, യെല്ലോയിൽ കിട്ടി. ഇത് ബോഡിയായിട്ട് ബോഡി ആയിട്ടുണ്ട്. ഇതാ ബോഡിയിൽ സ്പാർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ വെർട്ടിക്കൽ ഓപ്പണിൻ്റെ സീരിയൽ നോക്കാൻ പോകണം. വെർട്ടിക്കൽ ഓപ്പണം ടെസ്റ്റിങ്ങിൽ ഇതുണ്ട്. ബോഡി കാണിക്കുന്നില്ല. ഓക്കെ, അതും ബോഡി കാണിക്കുന്നില്ല. അപ്പോൾ ബോഡി റെസിസ്റ്റൻസ് ഇല്ല. ഇനി മെഗറിൽ എല്ലാത്തിൻ്റെയും വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് നോക്കാം. അടുത്ത വെർട്ടിക്കൽ ഓപ്പണിൻ്റെ ബോഡിയിൽ കൊടുത്തു. ഇതാ, ഇത് മെഗർ ഓക്കെയാണ്, ഹൈ റെസിസ്റ്റൻസ്. ഇത് യെല്ലോ വൈൻഡിങ് ഓപ്പണായ മോട്ടറാണ്. അതിൻ്റെ മെഗർ ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ ബോഡിയായിട്ട് മെഗറിൽ ലോ റെസിസ്റ്റൻസാണ് കാണിക്കുന്നത്. നമുക്കതെല്ലാം സ്പാർക്ക് ബോഡിയിൽ കിട്ടിയതാണ്. സീരിയലിൽ ചെക്ക് ചെയ്തപ്പോൾ ചെറിയ സ്പാർക്ക് ബോഡിയിൽ കിട്ടി. മെഗറിൽ റീഡിങ് 1 വന്നു. തീരെയില്ല. ഇത് വൈൻഡിങ് വീക്കായ മോട്ടറാണ്, ബോഡി റെസിസ്റ്റൻസ് കുറവാണ്. ബോഡി റെസിസ്റ്റൻസ് എപ്പോഴും നമുക്ക് 150 മേളിൽ വരണം. ഇതിപ്പോൾ 150 പോയിട്ട് മെഗോംസ് റേഞ്ച് വെറും 2000 വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചും സീരിയൽ ഉപയോഗിച്ചും മെഗർ ഉപയോഗിച്ചും 3 രീതിയിൽ പമ്പിൻ്റെ വൈൻഡിങ്ങിൻ്റെ ചെക്ക് ചെയ്യുന്ന വിധം നമ്മളൊന്ന് നോക്കി. ഇനി സ്വാഭാവികമായിട്ട് വരുന്നത് ബുഷ് കംപ്ലയിൻറ്റുകൾ കൊണ്ട് വൈൻഡിങ് ഫാൾട്ട് വരാം.
അത് ലോങ് റണ്ണിൽ വരുന്ന കംപ്ലൈൻ്റ് ആണ്. പിന്നെ പമ്പിനകത്ത് മണൽ കയറി പുതിയ മോട്ടോർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു കംപ്ലൈൻ്റാണ്. പമ്പിനകത്ത് പാറമണൽ ഫില്ലായിട്ട് മോട്ടർ വൈൻഡിങ് ഫോൾട്ടാവുക. അങ്ങനെ വൈൻഡിങ് ഫോൾട്ട് ആയി കഴിഞ്ഞാൽ മോട്ടറിൻ്റെ 2 വൈൻഡിങ്ങിൽ ഓംസ് കുറഞ്ഞിട്ട്, അതായത് ഈ മോട്ടർ കാണിച്ച രീതിയിലുള്ള കംപ്ലൈൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഓംസ് ഉണ്ടാവില്ല മോട്ടറിന്, ലോ വാല്യൂ എന്നാൽ വൈൻഡിങ് കണ്ടിന്യൂറ്റി കാണിക്കുകയും ചെയ്യും. അതായത് വൈൻഡിങ് കട്ടായി പോകുന്നില്ല, അവിടെ ഇൻസുലേഷൻ പോയിട്ട് വൈൻഡിങ് ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. പമ്പ് വർക്കാവാതെ പമ്പ് സ്റ്റക്കായി നിന്ന് ഹൈ ആംപിയർ എടുത്ത് പോകുന്ന ഒരു കംപ്ലൈൻ്റാണ്. പിന്നെ പമ്പിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ പമ്പ് ഒരേതിൻ്റെയും പമ്പ് ചെക്ക് ചെയ്താൽ നമുക്ക് പമ്പിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ച് നോക്കുമ്പോൾ പറയാം. അപ്പോൾ ഇത് പമ്പാണോ ബുഷാണോ നമുക്കൊന്ന് അഴിച്ച് നോക്കാം, എന്നിട്ട് അതിൻ്റെ തീരുമാനം എടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുന്ന പല പല രീതികൾ. ഇത് ബേസിക്കായിട്ട് നമ്മുടെ അടുത്തൊരു പമ്പ് കിട്ടിയാൽ നമുക്ക് ഏറ്റവും ആദ്യം ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നത് മൾട്ടിമീറ്റർ വെച്ചാണ്. പല കാര്യങ്ങളും മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സീരിയലിൽ കൊടുത്ത് ബോഡി എർത്തുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിലും കൺഫേം ആവാത്ത മൂന്നാമത്തെ രീതിയാണ് നമ്മൾ മെഗർ വെച്ച് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ സൈഡിലുള്ള കംപ്ലയിൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ ബിൻചേട്ടൻ പറഞ്ഞത്. ഇനി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത പ്രശ്നങ്ങൾ വരുന്നത്, ഈ മോട്ടർ കംപ്ലയിൻ്റ് ആവണമെങ്കിൽ അത് ചിലപ്പോൾ പമ്പ് കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് സ്റ്റക്കായി നിൽക്കുന്നതോ അല്ലെങ്കിൽ പമ്പ് ഉരഞ്ഞ് കറങ്ങുന്നതോ ബുഷിന് കംപ്ലയിൻറ്റോ അങ്ങനെ ചില കംപ്ലയിൻറ്റുകൾ കൊണ്ടാണ് ഈ മോട്ടറിൽ ഫൈനലി കംപ്ലയിൻറ്റുകൾ വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പമ്പ് അഴിച്ച് നോക്കണം, പമ്പിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അതേക്കുറിച്ചൊരു ഡീറ്റെയിൽഡായിട്ട് ചെയ്യാനുള്ള സമയപരിമിതിയുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരു തവണ നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കാണിച്ച പമ്പ് നമ്മുടെ ബിൻചേട്ടൻ അഴിക്കുന്നുണ്ട്. അതായത് അത് മോട്ടറിൻ്റെ റെസിസ്റ്റൻസ് ഓക്കെയാണ്, അതിന് ബോഡി എർത്തോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, കണ്ടിന്യൂറ്റിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ആ മോട്ടറിൻ്റെ സൈഡ് എല്ലാം ഓക്കെയാണ്. പിന്നെയുള്ള പ്രശ്നം വരാൻ സാധ്യത അതിൻ്റെ പമ്പ് സൈഡ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചിട്ട് ബിൻചേട്ടൻ പറഞ്ഞ പോലെ ബുഷാണോ അതിൻ്റെ പമ്പാണോ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. ഇത്തവണ ഏതായാലും ഞാൻ ലൈവ് ടെസ്റ്റിന് മുതിരുന്നില്ല. കാരണം ലൈവ് ടെസ്റ്റ് ഭയങ്കര സീരിയസ് ആണ്, പലർക്കും അപ്രാപ്യമാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. ലൈവ് ടെസ്റ്റ് അറിയാമായിരിക്കുമല്ലോ, നേരെ സ്പാർക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ലൈവ് ടെസ്റ്റ്. അതുകൊണ്ട് ഇന്ന് അതിന് ഞാൻ മുതിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബിനിച്ചേട്ടൻ നമ്മൾ ആദ്യം പറഞ്ഞ പമ്പ് അഴിക്കുന്ന പരിപാടികളിലാണ്. ഈ മോട്ടർ ഞങ്ങൾ ടെസ്റ്റ് റൺ അടിച്ച് നോക്കി. അപ്പോൾ അതിന് ഹൈ ആംപിയറാണ് കാണിക്കുന്നത്, ഏകദേശം 14-15 ആംപിയറാണ് കാണിക്കുന്നത്. മോട്ടർ റൊട്ടേറ്റ് ആവുന്നില്ല, ഹൈ ആംപിയർ കാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നമുക്ക് നോക്കാം. ഇതാണ് ഒരു മോട്ടറിൻ്റെ ഉൾഭാഗം. പമ്പ് നമ്മളിന്ന് അഴിച്ചെടുത്തു. ഇമ്പല്ലറും ഡിഫ്യൂസറും എല്ലാം അടങ്ങുന്ന ഒരു മോട്ടറിൻ്റെ പമ്പ് സൈഡാണ് ഈ കാണുന്നത്. നമുക്ക് ഒരു പണി ചെയ്തല്ലോ, മോട്ടർ മാത്രമായിട്ടൊന്ന് ഓടിച്ചാലോ. ഇത് പ്രശ്നം ഇതുണ്ടോ, ഇതിൻ്റെ പമ്പിൻ്റെ ഇമ്പല്ലർ ഒരെണ്ണം പൊട്ടിപ്പോയതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഈ മോട്ടറൊന്ന് നമുക്ക് റൺ ചെയ്യിച്ച് നോക്കാം, എത്ര ആംപിയർ റീഡിങ് കാണിക്കുന്നുണ്ട്, മോട്ടർ റൺ ആവുന്നുണ്ടോ. എപ്പോഴും നമ്മൾ പല സിനിമയിലും അഭിനയിച്ചിട്ടുള്ള ഒരു കപ്പാസിറ്ററാണിത്. ഇതിൻ്റെ ദാരിദ്ര്യാവസ്ഥ ആരും കണക്കിലെടുക്കരുത്. കപ്പാസിറ്റർ ശരിക്കും കുറഞ്ഞ കപ്പാസിറ്ററാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ആംപിയർ കൂടുതൽ കാണിച്ചേക്കും. ഇല്ല, 5 സംതിങ് നോർമൽ ആംപിയറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പമ്പൊന്ന് അഴിക്കാൻ പോവാണ്. സെയിം ഇതും ബോർവെല്ലും ഒരേ രീതിയിലാണ് ഫങ്ഷൻ. സെയിം ഇമ്പലറാണ്. ഇമ്പലറിൻ്റെ എണ്ണം, ഇമ്പലറിൻ്റെ ഡിഫ്യൂസറുകളുടെ എണ്ണം കൂടുതലുണ്ടെന്നേ ബോർവെല്ലിൽ വ്യത്യാസമുള്ളൂ, സ്റ്റേജ് കൂടുന്നതനുസരിച്ച്. അത് ഡാമേജായി, ഇമ്പലർ ഡാമേജായി. ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതാ വ്യക്തമാവുന്നതിനായിരുന്നു. ഇത് അടിച്ച് ഇമ്പലറിൻ്റെ ഇവിടെ സ്റ്റക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഡിഫ്യൂസറുകളും കംപ്ലയിൻ്റായി, തേയ്മാനം കൊണ്ട് പമ്പ് വർക്ക് ചെയ്ത് കാലക്രമേണ വരുന്ന തേയ്മാനമാണ്. ഇവിടെ ബൾജ് ചെയ്ത സൈഡ് വ്യത്യാസം വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ സൈഡ്, എല്ലാ ഇമ്പലുകളുടെയും സൈഡ് ഉരഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇതിലൊക്കെ നോക്കി ഭയങ്കരമായിട്ട്. അതാണ് ആ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ്. ഇതിൻ്റെ പമ്പ് പണിത
ഈ മോട്ടർ കറക്റ്റ് ആവുന്നതാണ്. ഇതാ ഏറ്റവും ആദ്യത്തെ ഇമ്പലർ, ഞാൻ ആ ഇമ്പലർ പൊട്ടിയെന്ന് പറഞ്ഞ പോർഷനാണിത്. ഇമ്പലർ ഉരഞ്ഞ് ഇതാണ് പമ്പ് വർക്കാകുമ്പോൾ പമ്പ് ഇമ്പലർ ഇവിടെ ഉരഞ്ഞ് പിടിച്ചിട്ട് സ്റ്റക്കായി ഹൈ ആംബിയർ ആവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം വൈൻഡിങ് ചെക്ക് ചെയ്യുന്നത് ഒരു പമ്പിന് വരുന്ന തേയ്മാനം കൊണ്ടുള്ള കംപ്ലൈൻറ്റുകളും നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബുഷുകൾക്കൊക്കെ തേയ്മാനം, ഇവിടെ ബ്രാസിൻ്റെ ബുഷുകളുണ്ട്, അതുപോലെ മോട്ടറിനകത്ത് ഇവിടെ ഈ ഉള്ളിൽ 2 അടിയിൽ ത്രസ്റ്റ് പാടുണ്ട്, മേളിൽ ത്രസ്റ്റ് ബുഷുണ്ട്. ഇതിനെല്ലാം തേയ്മാനം. ഇത് ഡിസ്മാൻറ്റിൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ സമയം ഇല്ല, അല്ലെങ്കിൽ ഇന്ന് അതും കൂടെ ഡിസ്മാൻറ്റിൽ ചെയ്ത് കാണിക്കാമായിരുന്നു. അതിന് തേയ്മാനം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഇമ്പലർ ഇതിൻ്റെ പമ്പ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ മോട്ടർ വർക്കാവും. ഇപ്പോൾ നോർമലി ഈ മോട്ടർ വർക്കാവും. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്